ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗുജറാത്തിലെ വീഡിയോസ് എല്ലാം ഒന്നും ഇടാൻ ഇതുവരെ കഴിഞ്ഞില്ല. അപ്പോൾ ഇന്ന് എന്തായാലും നിങ്ങളെ ഞാൻ നമ്മുടെ നാട്ടിൽ വലിയ പരിചയമൊന്നുമില്ലാത്ത ഒരു സംഭവം കാണിച്ചു തരാം. ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ വരണ്ട കാലാവസ്ഥയിൽ വെള്ളം ലഭിക്കുന്നതിന് പണ്ടുള്ള ഒരു മാർഗ്ഗമായിരുന്നു സ്റ്റെപ്പ് വെല്ല്. അതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. 100 കൂടുതൽ സ്റ്റെപ്പ് വെല്ല് ഈ അഹമ്മദാബാദിലും പരിസരത്തുമായിട്ട് ഉണ്ടെന്നാണ് പറയുന്നത്. ഇതിൽ വളരെ പ്രാധാന്യമുള്ള അത്ലറ്റ് സ്റ്റെപ്പ് വെല്ലിലേക്കാണ് ഞാൻ എത്തിയിട്ടുള്ളത്. ഈ സ്റ്റെപ്പ് വെല്ല് താജ്മഹൽ പോലുള്ള ഒരു പ്രണയ സ്മാരകം കൂടിയാണ്. സ്റ്റെപ്പ് വെൽ അഥവാ വാവ്, അത്ലറ്റ് വാവ് എന്നാണ് ഗുജറാത്തി ഭാഷയിൽ പറയുന്നത്. ഗുജറാത്തി ഭാഷയിൽ പടിക്കിണർ എന്നാണ് വാവ് എന്നുള്ളതിൻ്റെ അർത്ഥം. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇത് വെറൊരു മണ്ഡപം പോലെ നമുക്ക് തോന്നുന്നുള്ളൂ. ഒരു 5 നില കെട്ടിടത്തിൻ്റെ ഉയരത്തിൽ ഭൂമിയുടെ അടിയിലേക്ക് പണിതുയർത്തിയ രീതിയിലാണ് ഈ സ്റ്റെപ്പ് വെല്ലുകളുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച കൊത്തുപണികളുള്ള ചിത്രപ്പണികളുള്ള ഒരു ആർക്കിടെക്ചറാണ് ഇതിന് ഉള്ളത്. ഒരു 600 വർഷങ്ങൾക്ക് മുൻപുണ്ടാക്കിയതാണ്. 1498 99 എങ്ങാണ്ട് പൂർത്തിയാക്കിയതാണെന്നാണ് പറയുന്നത്. പടിക്കിണറെന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മൾ പടികൾ ഇറങ്ങിച്ചെല്ലുന്നത് ജലാശയത്തിലേക്കാണ്. കൊത്തുപണികളോട് കൂടിയിട്ടുള്ള മണ്ഡപവും അതുപോലെ പടികളും അത് വീണ്ടും മണ്ഡപവും ഒക്കെ നമുക്ക് കണ്ട് താഴേക്ക് ഇറങ്ങാം. അപ്പോൾ ഈ താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ മാത്രമേ നമുക്കിതിൻ്റെ ഡെപ്ത് എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാവുകയുള്ളൂ. പണ്ടുകാലത്ത് ജലക്ഷാമ പരിഹാരത്തിനായിട്ട് നിർമ്മിച്ചതായിരുന്നു അവിടുത്തെ ഈ പടിക്കിണറുകളൊക്കെ. പൊതുജല സംഭരണി എന്ന് തന്നെ പറയാം. അത്ലറ്റ്സ് പടിക്കിണർ അല്ലെങ്കിൽ രുദാബായ് പടിക്കിണർ എന്നൊക്കെ ഇതറിയപ്പെടുന്നുണ്ട്. ഈ പടിക്കിണർ ഇന്ത്യയിലെ ഗുജറാത്ത് സംസ്ഥാനത്ത് ഗാന്ധിനഗർ ജില്ലയിൽ അഹമ്മദാബാദ് നഗരത്തിനടുത്തുള്ള അത്ലറ്റ്സ് എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ പിന്നിലുള്ള ചരിത്രം എന്ന് പറയുന്നത് വാഘേല രാജവംശത്തിലെ രാണ ബീർ സിംഗ് 1498 ഇതിൻ്റെ പണി തുടങ്ങിയത്. ഇന്ത്യൻ വാസ്തുകലയുടെ മനോഹരമായ ഒരു ഉദാഹരണമെന്ന് തന്നെ പറയാം. താഴേക്ക് നമ്മൾ ഇറങ്ങി പോകുമ്പോൾ ധാരാളം ബീമുകൾ പോലെയുള്ള ഭാഗങ്ങൾ, അതുപോലെ അവയെ താങ്ങി നിർത്തുന്ന തൂണുകൾ ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഹിന്ദു ജൈന ദേവതകളുടെ ശില്പങ്ങളും ഒക്കെ നമുക്ക് ഈ ഇതിൽ കൊത്തിവെച്ചിരിക്കുന്നത് കാണാം. ആദ്യത്തെ നിലയിൽ തന്നെ ഗണേശ ശില്പം കാണാം. അതുപോലെ താഴേക്ക് പോകുന്തോറും വെള്ളത്തോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ട്. പുറത്ത് 40-42 ഡിഗ്രി ചൂടാണ്. ഭയങ്കര ചൂടിൽ നിന്നാണ് ഞങ്ങൾ ഇതിനകത്തേക്ക് കയറിയത്. പക്ഷേ ഇതിനകത്തെത്തിക്കഴിഞ്ഞപ്പോൾ നല്ല തണുപ്പാണ്. മുകളിലെ നിലകളിൽ കൂടുതലും അതുപോലെ ചൂട് കൂടുതലുണ്ടെങ്കിലും താഴേക്ക് വരുന്തോറും ചൂട് കുറഞ്ഞ് നല്ല തണുപ്പാണ്. അതുപോലെ മുകളിലത്തെ നിലയിൽ കിട്ടുന്ന അത്രയും വെളിച്ചം താഴോട്ട് എത്തുന്നില്ല. വെളിച്ചം കുറവാണ് താഴേക്ക് വരുമ്പോൾ. ഓരോ നിലയിലും മണ്ഡപങ്ങൾക്ക് പ്രത്യേകം മേൽക്കൂരയൊക്കെ ഉണ്ട്. ഇതുപോലെ ഒരു വാസ്തുവിദ്യ മാതൃക ആദ്യമായിട്ടാണ് കാണുന്നത്. ഇങ്ങനെ തുറന്നു കിടക്കുന്ന സ്ഥലമായതുകൊണ്ടും തണുപ്പുമൊക്കെയുള്ള സ്ഥലമായതുകൊണ്ടൊക്കെ ആവും പ്രാവും പക്ഷികളും ഒക്കെ ഇതിലൂടെ അകത്തൂടെ പറക്കുന്നുണ്ട്. താഴേക്ക് ഇറങ്ങുമ്പോൾ നല്ല തണുപ്പ് കൂടിയിട്ടുണ്ട്. ഈ സ്റ്റെപ്പ് വെല്ലെന്ന് പറയുന്നത് വെള്ളം ലഭിക്കുന്ന സ്ഥലമായിട്ട് മാത്രമല്ല പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്നത്. സ്ത്രീകൾക്കും ഒക്കെ ഒരുമിച്ച് കൂടാനുള്ള സ്ഥലമായിട്ടൊക്കെ ഉപയോഗിച്ചിരുന്നു. അതുപോലെ സംഗീതവും കലകളും ഉത്സവങ്ങളും ഒക്കെ നടത്തിയിരുന്ന ഒരു സ്ഥലവും ഒക്കെ ആയിട്ടാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇവിടെ തെക്ക് കിഴക്ക് പടിഞ്ഞാറ് ദിശകളിൽ നിന്നെല്ലാം ഈ രുദാബായ് സ്റ്റെപ്പ് വെല്ലിലേക്ക് പടികളുണ്ട്. വടക്ക് ഭാഗത്തായിട്ടാണ് ജലാശയമുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച കൊത്തുപണികളുള്ള അതുപോലെ ചിത്രപ്പണികളുള്ള ഒരു ആർക്കിടെക്ചറാണ് ഇതിൻ്റേത്. എന്നാലിത് ഇൻഡോ പേർഷ്യൻ വാസ്തു ശൈലി ഉണ്ടെന്നാണ് പറയുന്നത്. എനിക്കത് ആധികാരികമായിട്ട് പറയാനറിയില്ല. ബുദ്ധമതത്തിൻ്റെയും ജൈനമതത്തിൻ്റെയും ഒക്കെ പ്രധാന തീമായിട്ടുള്ള കൽപ്പവൃക്ഷം അതൊക്കെ ഇവിടെ ഈ കല്ലുകളിൽ കൊത്തിവെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ഈ ഒരു അത്ലറ്റ് സ്റ്റെപ്പ് വെല്ലിൻ്റെ ചരിത്രമെന്ന് പറയുന്നത് ഇങ്ങനെയാണ്. 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ഹിന്ദു ഭരണാധികാരിയായ വാഘേല രാജവംശത്തിലെ റാണ ബീർ സിംഗ് ദണ്ഡായുധേശം എന്നറിയപ്പെടുന്ന ഒരു രാജ്യം ഭരിച്ചിരുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ രാജ്യത്തിന് ജലക്ഷാമം ഉണ്ടായ സമയത്ത് ഇതുപോലൊരു സ്റ്റെപ്പ് വെല്ലിനെക്കുറിച്ച് ചിന്തിച്ച് അത് പണിയുകയുമായിരുന്നു. തൻ്റെ ജനതയുടെ ദുരിതം ലഘൂകരിക്കുന്നതിനായിട്ട് റാണ ബീർ സിംഗ് വലുതും ആഴമേറിയതുമായിട്ടുള്ളൊരു പടിക്കിണറിൻ്റെ നിർമ്മാണം ആരംഭിച്ചു. എന്നാൽ ഈ പദ്ധതി പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ അയൽ രാജ്യത്തിലെ മുസ്ലിം ഭരണാധികാരി മുഹമ്മദ് ബഗ്ദ അദ്ദേഹത്തിൻ്റെ രാജ്യം ആക്രമിച്ചു. ആ യുദ്ധത്തിൽ റാണ രാജാവ് കൊല്ലപ്പെട്ടു. മുഹമ്മദ് ബഗ്ദാദ് ആ രാജ്യം കീഴടക്കി. റാണ വീർ സിംഗിൻ്റെ വിധവ റാണി രൂപ അല്ലെങ്കിൽ റുദാബായി എന്നറിയപ്പെടുന്ന ഒരു അതിസുന്ദരിയായ അദ്ദേഹത്തിൻ്റെ വിധവ ആത്മഹത്യ ചെയ്യാനും അതുപോലെ മരണാനന്തര ജീവിതത്തിൽ ഭർത്താവിനൊപ്പം ചേരാനുമായിട്ട് ആഗ്രഹിച്ചു.
അപ്പോൾ അതിൽ നിന്ന് സ്വന്തം ജീവിതം ഉപേക്ഷിക്കുന്നതിൽ നിന്ന് മുഹമ്മദ് ബഗദ അവരെ തടഞ്ഞു. അങ്ങനെ അവരെ വിവാഹാലോചന അവരോട് നടത്തിയെന്നാണ് ചരിത്രം. അങ്ങനെ ആദ്യം സ്റ്റെപ്പ് വെൽ പണി പൂർത്തിയാക്കും എന്ന വ്യവസ്ഥയിൽ അവർ വിവാഹാലോചനയ്ക്ക് സമ്മതിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ രാജ്ഞിയുടെ സൗന്ദര്യത്തിൽ ആകർഷണനായ അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ ഈ സ്റ്റെപ്പ് വെൽ പൂർത്തിയാക്കുകയായിരുന്നു. തൻ്റെ ഭർത്താവ് തുടങ്ങി വെച്ച പടിക്കിണർ പൂർത്തിയാക്കുക എന്ന ലക്ഷ്യം നേടിയ രാജ്ഞി ജീവിതം അവസാനിപ്പിക്കാനായിട്ട് തീരുമാനിച്ചു. അവർ പ്രാർത്ഥനകളോടെ പടിക്കിണർ ചുറ്റി കിണറ്റിലേക്ക് ചാടി അങ്ങനെ ആ കിണറിൽ ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത്. താഴെ കണ്ടിട്ടുള്ള 2 കിണറിൻ്റെ ഭാഗം, ഒന്ന് റാണിക്ക് നീരാടാനുള്ള കുളവും ഒന്ന് ജനങ്ങൾക്ക് വെള്ളമെടുക്കാനുള്ള സൗകര്യവുമായിരുന്നു. ചരിത്രം എന്തു തന്നെയായിരുന്നാലും അത്ലറ്റിലെ പോലെയുള്ള പടിക്കിണറുകൾ വരണ്ട പ്രദേശങ്ങളിൽ ഒരു കാലത്ത് സാധാരണയായിരുന്നു. വരൾച്ചക്കാലത്ത് ജനങ്ങൾക്ക് കുടിക്കാനും കുളിക്കാനുമുള്ള വെള്ളത്തിനായിട്ട് ഇതിനെ ആശ്രയിച്ചിരുന്നു. അതുപോലെ മതപരമായ വിശുദ്ധമായ ചടങ്ങുകളൊക്കെ ആഘോഷങ്ങളുമൊക്കെ ഇവിടെ നടത്തിയിരുന്ന ഒരു ഇടം കൂടിയായിരുന്നു. ഈ പടിക്കിണറിൻ്റെ മുകളിലുള്ള ഭാഗമാണ് നമ്മൾ ഈ കാണുന്നത്. ഈ അത്ലറ്റ് സ്റ്റെപ്പ് വെല്ലിൻ്റെ ചരിത്രം ഇവിടെ 1-ാം നിലയിൽ ഒരു മാർബിൾ സ്ലാബിൽ കുറിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഈ കിണറിൻ്റെ മുകൾ ഭാഗം കുറച്ച് ശവകുടീരങ്ങൾ കാണാൻ. ആ ശവകുടീരങ്ങൾ ഈ വാവ് നിർമ്മിച്ച ആളുകളുടേതാണ്. ബഗ്ദ ഈ കിണർ നിർമ്മിച്ചു കഴിഞ്ഞപ്പോൾ അവരോട് ഇതുപോലെ തന്നെ മറ്റൊന്ന് ഉണ്ടാക്കാമോ, നിർമ്മിക്കാൻ കഴിയുമോ നിങ്ങളെ കൊണ്ടെന്ന് ചോദിച്ചപ്പോൾ അവർ അത് സമ്മതിച്ചു. അപ്പോൾ സ്റ്റെപ്പ് കിണറിൻ്റെ വാസ്തുവിദ്യാ മികവിൽ ബഗ്ദ വാസ്തുവിദ്യാ മികവിൽ ബഗ്ദയ്ക്ക് മതിപ്പുളം ഉണ്ടായിരുന്നെങ്കിലും ഒരു പകർപ്പ് ഇതേപോലെ തന്നെ നിർമ്മിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. അതുകൊണ്ട് അവരെ എല്ലാം അതിനുശേഷം അദ്ദേഹം വധിക്കുകയായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. രൂതാബായി സ്റ്റെപ്പ് വെൽ അല്ലെങ്കിൽ അത്ലറ്റ് സ്റ്റെപ്പ് വെൽ എന്ന് പറയുന്നത് വാസ്തുകലയുടെ മനോഹരമായ ഒരു ഉദാഹരണമാണ്. അഹമ്മദാബാദിൽ നിന്ന് വെറും 18 കിലോമീറ്റർ മാത്രം അകലമേയുള്ളൂ. ട്രെയിനിലൊക്കെ പോകാൻ വളരെ സൗകര്യമാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.